അവിടെ കണ്ടു അതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ക്ലബ് സുലൈമാനിയിലാണ്. നമ്മളൊരു ഇഫ്താർ ബുഫറ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. അത് പനമ്പിളാറിലാണ്. അതെ, പനമ്പിളാറിലാണ്. പനമ്പിളാറിൽ കയറുമ്പോ തന്നെ റൈറ്റ് സൈഡിലാണ് ക്ലബ് സുലൈമാനി എന്നുള്ള ഹോട്ടല്. ആക്ച്വലി ഇവിടെ നമുക്ക് ബുഫേറ്റ്സ് അവൈലബിൾ ആണ്. അത് ഇഫ്താറിന് വേണ്ടി സ്പെഷ്യൽ. അത് 699 ബുഫേ ആണ്. ബുഫേയില് നല്ല ഡിഷസ്, ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന മെനൂസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇന്റീരിയറിലേക്ക് നോക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് ഇവർക്കുള്ളത്. നല്ല ആംബിയൻസ് ആണ്, കാം ആൻഡ് ക്വൈറ്റും ആണ്. റൂഫ് ടോപ്പ്. അതെ, മൊത്തം 3 സ്ഥലത്തായിട്ടാണ് ഇവിടെ ഇഫ്താർ ബുഫറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, പിന്നെ നമ്മുടെ റൂഫ് ടോപ്പ്. ഇവിടെ നമ്മൾ കുറെ മെനൂസ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, പിന്നെ മെയിൻ കോഴ്സസ് വരുന്നുണ്ട്. മെയിൻ കോഴ്സസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള ഡിഷസ് ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ടൈപ്പ് അല്ല, ഒള്ളി ഇന്റർനാഷണൽ. അതെ, നല്ല അടിപൊളി, അതും നല്ല ടേസ്റ്റോട് കൂടിയാണ് അവർ തരുന്നത്. നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് നമുക്ക് കഴിക്കാം. നമ്മുടെ ഇന്ത്യൻ മസാലാസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അതെ, ഇവിടെ വരുന്നത് ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. പിന്നെ നമുക്ക് അസോർട്ടഡ് ഇന്ത്യൻ ബ്രെഡ്സ് വരുന്നുണ്ട്. നമുക്ക് പത്തിരിയും പൊറോട്ട, പിന്നെ നമുക്ക് ഒരു റൈസ് ഐറ്റംസ് വരുന്നുണ്ട്. അത് ജമൈക്കൻ ഡിഷ് ആയിട്ടാണ്. പിന്നെ ഷാഹി ചിക്കൻ കുർമയുണ്ട്, അത് നല്ലൊരു ചിക്കൻ ആണ്. പിന്നെ ബീഫ് ചോസ് എന്ന് പറഞ്ഞൊരു, അതൊക്കെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. പിന്നെ സ്വീറ്റ് ആൻഡ് സോർ ഫിഷ് ഉണ്ട്, അത് നല്ലൊരു ഡിഷ് ആയിരുന്നു. പിന്നെ ബേക്ക്ഡ് മാക്ക് ആൻഡ് ചീസ് ഉണ്ട്, ഇത് നല്ല ഇതായിരുന്നു. പിന്നെ നമുക്ക് കുറെ ഇത് വരുന്നുണ്ടായിരുന്നു, എന്താണ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കാവ ഉണ്ടായിരുന്നു. സോ ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. നമുക്ക് ഇത് റൂഫ് ടോപ്പ് ആണ്. റൂഫ് ടോപ്പിലും ഇവര് ഇഫ്താർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുഫേ. അപ്പോ അവിടെയും നമുക്ക് ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അവര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ബുഫേ, ഐ മീൻ ഇഫ്താർ. നമുക്ക് നോമ്പ് തുറ എപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മളത് വെയിറ്റ് ചെയ്ത് നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവര് കഴിച്ചു തുടങ്ങുമ്പോഴല്ലേ നമ്മളും കഴിക്കണ്ട, അതുകൊണ്ട് സോ നമ്മളും വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. അതെ, ബട്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചു 6:30 ആകട്ടെ എന്ന് കരുതിയിട്ട്. സോ ആദ്യം തന്നെ അവര് നമുക്ക് നല്ലൊരു സ്നാക്സ് ആണ് നമുക്ക് തന്നത്. പിന്നെ ജ്യൂസ് തന്നിട്ടുണ്ട്. സ്നാക്സിനകത്ത് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട് വരുന്നുണ്ട്, ഡേറ്റ്സ് വരുന്നുണ്ട്, കട്ട്ലറ്റ് വരുന്നുണ്ട്. സോ ഞാൻ അപ്പോ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞു നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതെല്ലാം ഓയിൽ ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയത്. ഒരു അതും എനിക്ക് തോന്നുന്നു എയർ ഫ്രയറിൽ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനിടയിൽ ഒരാൾക്ക് കൺഫ്യൂഷൻ, ആദ്യം വെള്ളം കുടിക്കണോ ജ്യൂസ് കുടിക്കണോ. അതായത് ഈ നൊയമ്പ് തുറക്കുന്നവര് എങ്ങനെയാണ് കഴിക്കുന്നത് അതേപോലെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അതെ, പക്ഷെ അപ്പൊ നമുക്ക് അറിഞ്ഞുണ്ട്. നമ്മൾ പിന്നെ ജ്യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം ഡേറ്റ്സ് ട്രൈ ചെയ്തായിരുന്നു. ഡേറ്റ്സ് നല്ല ഡേറ്റ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് 2 എണ്ണം നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഞാൻ കഴിച്ചു. ഞാൻ അങ്ങനെ ഡേറ്റ്സ് കഴിക്കാത്തൊരു വ്യക്തിയാണ്, ബട്ട് ഇത് ഞാൻ കഴിക്കാം. അത് റോള് കഴിച്ചു നോക്കിയെന്നു. അതെ, നല്ലൊരു ഇതാണ്. റോള് നല്ല ഒരു ഇതായിരുന്നു. അതെ, പിന്നെ നമുക്ക് അതിന്റെ സമൂസ എന്ന് പറയുമ്പോ നല്ല, എനിക്കൊണ്ട് ചിക്കൻ സമൂസ ആയിരുന്നു. ബട്ട് ഒരു കോക്ടെയിൽ സമൂസയുടെ ഒരു ഫ്ലേവർ പോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അത് ഡ്രൈ ആയിരുന്നു. നമുക്ക് ഉള്ളില് നല്ല ഫില്ലിങ്ങോടുള്ള ഇത് കിട്ടിയത്. ഞാൻ ആദ്യം ഡേറ്റ്സിൽ ഒന്ന് പരീക്ഷിക്കാന്ന് കരുതി. അത് കഴിഞ്ഞ് ഞാൻ എന്ത് കഴിക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോഴാണ് കട്ട്ലേറ്റ് എന്റെ കണ്ണിൽ പെട്ടത്. ആക്ച്വലി കട്ട്ലേറ്റ് നല്ലൊരു ക്രിപ്സി കട്ട്ലേറ്റ് ആയിരുന്നു വരുന്നത്. അത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിപ്സി. അതെ, ഉള്ളില് ഓയിലില്ല, ചിക്കൻ തന്നെയാണ് ഇതും വരുന്നത്. ചിക്കൻ ഫില്ലിങ് തന്നെയാണ്. പിന്നെ റോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അതും പുറത്ത് നല്ല ക്രിപ്സി, ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ട് ഫില്ലിംഗ് ആണ് നമുക്ക് വന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ എടുത്ത് പറയാന്ന് വെച്ചാൽ ഇവരുടെ സർവീസ് കേട്ടോ, അടിപൊളി സർവീസ്. അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും വന്ന് ചോദിച്ച് എല്ലാം നമ്മളെ വേ ഓഫ് അവര് ഇൻവൈറ്റ് ചെയ്ത് ഇരുത്തുന്നതും എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ കഴിക്കുന്ന
ഓണിയൻ പക്കോട അല്ലേ? അതെ, ഓണിയൻ പക്കോടയായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മള് സൂപ്പാണ് ഫസ്റ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം ചിക്കൻ സൂപ്പ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുക പെപ്പർ എടുത്തിട്ട് ഞാൻ അതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് ആ പെപ്പറും കൊണ്ട് ഫ്ലേവറിലാണ്. ഓൾറെഡി അതിനകത്ത് പെപ്പർ ഉണ്ട്, എന്നിട്ട് അതിനകത്ത് പിന്നെ ഡെക്കറേഷൻ. അതെല്ലാം നല്ല ആചാരമായിട്ട് കഴിക്കണമല്ലോ, അതാണ് നമ്മൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചിക്കൻസൊക്കെ നമുക്ക് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല അതിന്റെ അകത്ത് ക്വാണ്ടിറ്റിയിൽ. നമുക്ക് എന്തോരം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ അത്ര കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് മെനൂസ് നമുക്ക് പോയിട്ട് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. ഇതിന്റെ അകത്ത് ബ്രെഡ് വരുന്നുണ്ട്, പിന്നെ ചാറ്റ് പൊട്ടറ്റോ വരുന്നുണ്ട്, പിന്നെ റൈസ്. അതെ, അത് ജമൈക്കൻ ചിക്കൻ ഇതാണ് റൈസ് വരുന്നത്. ഈ ജമൈക്ക എന്ന് പറയുമ്പോ ഇതിനകത്ത് പാസ്തയും ഉണ്ട് കേട്ടോ. അതെ, റൈസ് മാത്രമല്ല, പാസ്ത വരുന്നുണ്ട്, പിന്നെ ടൊമാറ്റോസ്. പിന്നെ ഞാൻ എടുത്തത് മറ്റേ ഫിഷ് ആണ്. അതെ, അതിനകത്ത് സ്വീറ്റ് ആൻഡ് സോർ ഫിഷ് ആണ് വരുന്നത്. അത് നല്ല ബാസ ഫിഷ് ആണ് വരുന്നത്. നല്ല മുള്ളൊന്നും ഇല്ലാതെ, ഒന്നും സ്പൈസി അല്ല കേട്ടോ. അതെ, നല്ല നോൺ സ്പൈസി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആക്ച്വലി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വയറ് ഫില്ലാകാനായിട്ട് നമുക്ക് പതുക്കെ പതുക്കെ കഴിച്ചാൽ മതി. നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. വന്നിട്ട് ചിക്കൻ ആയിരുന്നു. അതെ, ചിക്കൻ വിത്ത് വെജും എല്ലാം വരുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. നമുക്ക് എത്ര സാൻഡ്വിച്ച് വേണമെങ്കിലും കഴിക്കാം. വേണ്ടി മാത്രം. ഞാൻ ആക്ച്വലി സലാഡ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. പപ്പയും നല്ല അടിപൊളിയായിട്ടാണ് പപ്പ സലാഡ്സും എടുത്തിട്ട് കഴിച്ചിട്ട് ഇരിക്കുന്നത്. ഇതും വെജ് സലാഡ് ഉണ്ടായിരുന്നു, ചിക്കൻ സലാഡ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. ചിക്കൻ സലാഡിൽ നല്ല ഒരു അതൊരു എഗ്, ആക്ച്വലി അതിന്റെ പേര് എനിക്കറിയില്ല ഞാനത്. പക്ഷെ ഇത് സ്പാനിഷ് ഓംലേറ്റിന്റെ ഒരു ഫ്ലേവർ എനിക്ക് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം അത് ബ്രെഡും ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതിനകത്ത് സലാഡ്സിൽ ബേബി പൊട്ടറ്റോ ലീഫ് ഐറ്റംസ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്പാനിഷ് ഓംലെറ്റിന്റെ അകത്ത് ഉള്ളില് നല്ല പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പിന്നെ ചീസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊരു ലീഫി ഐറ്റംസ് എന്താണ്ട് ഉണ്ടായിരുന്നു. നല്ലൊരു സ്പിനാച്ചിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എന്തൊരു സാധനം മുളപ്പിച്ചതായിരുന്നു ആണോ എനിക്കറിയില്ല എന്ത് സാധനം. പക്ഷെ കഴിച്ചപ്പോ ഒന്നും ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റോട് തന്നെ കഴിച്ചത്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം. നിങ്ങൾ ആക്ച്വലി മിസ് ആകരുത് കേട്ടോ ഇവിടെ വന്ന് കഴിക്കണത്. കാരണം അതെ, ഇഫ്താർ ടൈമിൽ നല്ല ബെസ്റ്റ് സ്ഥലമാണ്, സ്പോട്ടാണ്. നിങ്ങൾക്ക് വന്നിട്ട് ബുക്ക് ചെയ്യണം. ഇത് നേരത്തെ ബുക്ക് ചെയ്യണം, കാരണം ഇവര് ഒരു ഇത്തരം പാക്സേ അവര് അലൗ ചെയ്യുള്ളൂ. സോ അതാണ് നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ. 6:30 to 8:30 വരെ അല്ലേ? അതെ, 6:30 to 8:30 ബുഫേ ആണ്, ഇഫ്താർ ബുഫേ ആണ്. അത് കഴിഞ്ഞാൽ മാത്രമേ അവർ നോർമൽ സർവീസ് ഉള്ളൂ. അപ്പൊ അത് കാരണം നിങ്ങൾ ജസ്റ്റ് കയറി പോയി കഴിക്കാൻ വേണ്ടി സാധിക്കില്ല, നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോ അതൊരു നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം കേട്ടോ. സോ എന്നോട് ഹമ്മൂസും ഉണ്ടായിരുന്നു കേട്ടോ. ഹമ്മൂസ് നല്ലൊരു ടേസ്റ്റിയാണ്. പക്ഷെ ഞാൻ അധികം ഹമ്മൂസ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ ഇതാണല്ലേ മുളപ്പിച്ച സാധനം. അതിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ. അതല്ല, സ്പ്രൗട്ട് അല്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പേരെന്താ ഞാൻ എവിടെയോ ഓർക്കുന്നുണ്ട്, അതിനെവിടെയോ കണ്ട്. ഞാൻ കഴിക്കാത്ത ആളായോണ്ടാണ് അതിനടുത്ത് മാറ്റി വെച്ച് നോക്കുന്നത്. ഒരാളെ സ്പാനിഷ് ഓംലേറ്റ് എന്ന് ഞാൻ പറഞ്ഞു പറ്റിച്ചപ്പോ പുള്ളിക്കാരത്തി പോയി എടുത്ത് കഴിച്ചു. പക്ഷെ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന്റെ കൂടെ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാഡ്സ് എടുത്തിട്ടുണ്ട്. സലാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ഇതൊക്കെയാണ്, തക്കാളിയും ഓണിയനൊക്കെയാണ്. പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ പത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. പക്ഷെ വയർ എനിക്ക് അയച്ച് ചോറ് കഴിച്ചപ്പോ തന്നെ എന്റെ വയർ ഏകദേശം ഇതായി. പത്തിരിയും പിന്നെ ചിക്കനും കൂടെയാണ് കഴിച്ചത്. ചിക്കൻ കുർമ ആയിരുന്നു വരുന്നത്. അതൊരു നല്ലൊരു ഇതാണ്, ഷാഹി ചിക്കൻ കുർമ. അപ്പൊ ഞാൻ എടുത്തതെന്ന് വെച്ചിട്ട് ബീഫ് ഇതെടുത്തായിരുന്നു. ബീഫിന്റെ വരുന്നത് ബീഫ് സുൽ ചോയ്സ് എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു. പിന്നെ അതിന്റെ കൂടെ റൈസും ഞാൻ നേരത്തെ പറഞ്ഞ റൈസൊക്കെ കൂട്ടിയാണ് ഞാനും കഴിച്ചത്. അപ്പൊ അതേപോലെ അതെ, സെയിം തന്നെയാണ് എടുത്തത്. അത് നല്ലൊരു ഇതാണ്, മെയിൻ കോഴ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി പറ്റില്ലെന്ന്. അതെ, അപ്പൊ അത് നല്ലൊരു കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടിയത്. കഷ്ടപ്പെട്ട് ചിക്കൻ കാലിന് വലിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ റൈസിന്റെ അകത്ത് പറഞ്ഞ പോലെ മക്രോണി ഉണ്ടായിരുന്നു. അത് ഒരു ഡ്രൈ ചിക്കൻ ആയിട്ടാണ് നമുക്ക് ഇതിന്റെ അകത്ത് മെനുവിൽ ഉണ്ടായിരുന്നത്. റൈസ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടിരിക്കുകയാണ്.
ഓവർ ഡീപ് ഫ്രൈ ഒന്നും അല്ല കേട്ടോ. ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ചിക്കൻ. ആക്ച്വലി ഷാഹി ചിക്കൻ കുർമ എനിക്ക് അത്രക്ക് താല്പര്യം ഉണ്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് കുർമയായോണ്ട് എനിക്ക് സ്വീറ്റ്നെസ്. അതെ, അത് അതിന്റെ ഷാഹി എന്ന് പറയുമ്പോ എനിക്കറിയില്ല ആക്ച്വലി അതാണോ ഫ്ലേവർ, പക്ഷെ ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്കാണ് മീൻസ് നമ്മൾ ഓൾറെഡി ഈ സ്പൈസസിന്റെ ആൾക്കാരാണല്ലോ. ഇത് നോൺ സ്പൈസിയും കൂടി ആകുമ്പോ അതിന്റെ ആ ഒരു ഫ്ലേവർ വ്യത്യാസങ്ങള്. പിന്നെ അപ്പോഴത്തേക്കും അടുത്ത ആള് നമ്മുടെ ഡെസേർട്ട് എടുത്ത് തുടങ്ങിയായിരുന്നു. അതിനകത്ത് ചോക്ലേറ്റ് സ്ലൈസ് കേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ബെസ്റ്റ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബേക്ക്ഡ് കേർഡ് ഹണി. ഓ, കിഡ് സാധനമാണ് കേട്ടോ. എനിക്ക് കിളി പോയത് കഴിച്ചപ്പോ തന്നെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കേട് കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. കേട് കഴിക്കാത്ത ആരാണെങ്കിലും ഇത് കഴിച്ചിരിക്കും. ട്രൈ ആട്ടോ. ഞാനും അത് എടുത്തു. സോ ഞാൻ ഇതിന്റെ അകത്ത് ആ കേടും എടുത്ത് അതിന്റെ കൂടെ തന്നെ കസ്റ്റർഡ് പുഡിങ്ങും എടുത്തായിരുന്നു. ഫ്രൂട്ട് കസ്റ്റർഡ് ആയിരുന്നു. അപ്പൊ 3 ഡെസേർട്സ് ആണ് ഇവിടെ അവൈലബിൾ. ഞാൻ ആ കേട് കഴിച്ചപ്പില്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ടേസ്റ്റുകളാണ് എന്റെ വായിന്ന് വന്നത്. അതാണ് ഞാൻ എന്റെ എക്സ്പ്രഷൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ ടീത്തല്ലല്ലോ ടങ്കിന്റെ പല സൈഡിലും പല ഫ്ലേവേഴ്സ് ആയിട്ടാണ് എനിക്ക് കയറി വന്നത്. അത്രക്കും കിടുവായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മുടെ കവയുടെ കഴിച്ച് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ ജ്യൂസ് എടുത്തു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.